നമ്മളിവിടെ ഈ നാട്ടിൽ നമ്മളിവിടെ ജീവിക്കുന്ന നമ്മളിപ്പോ എവിടെ പോവാൻ? നമ്മളിപ്പോ ഇലവന്തിട്ട കൊണ്ട് ജീവിക്കണ്ടേ? നമ്മളെവിടെ പോവും? നമ്മൾ കിടങ്ങന്നൂർ ചെല്ലുക, ഇടദിവസം ചെല്ലും തന്നെ അവര് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇലവന്തിട്ട ചെയ്ത? നിങ്ങൾ അവിടെ അല്ലയോ വീടും വെച്ച് സ്ഥലവും വെച്ച് കരവും കെട്ടി ജീവിക്കുന്നത്, നിങ്ങൾ അവിടെ ചെയ്യാൻ അവര് പറയുന്നു. ഞങ്ങളെന്താ ചെയ്യും? കേരള എങ്ങനെ വില? അല്ല ഞാൻ കാണിക്കാം, അങ്ങോട്ട് വരാം. എങ്ങനെ വില കേരള? 550. ഹലോ, ഹായ്, നമസ്തേ. ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആണ്. ഈ റിക്വസ്റ്റ് തന്നിരിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ നാട്ടുകാരൊക്കെ തന്നെയാണ്. അവർക്ക് ഒരുപാട് കാലമായിട്ടുള്ള പരാതിയാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മുടെ നാടിനെ അതേപോലെ നമ്മുടെ നാട്ടുകാരെയൊന്നും കാണിക്കുന്നില്ലെന്ന്. എന്നാൽ പിന്നെ ഇന്ന് അവരുടെ പരാതിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ക്യാമറയുമായിട്ട് പോകുന്നത് എൻ്റെ നാടായ ഇലവന്തിട്ടയിലെ പബ്ലിക് മാർക്കറ്റിലേക്കാണ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരുപാട് നാട്ടുകാരുണ്ട്, അതേപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ എവിടെയൊക്കെ റീച്ച് ആകുന്നതെന്ന് അറിയാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഇലവന്തിട്ട അതുപോലെ ഇലവന്തിട്ട മാർക്കറ്റൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് അല്പം തിരക്കുണ്ട്. പിന്നെ എല്ലാവരും ഭാഗ്യങ്ങളൊക്കെ പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിന് വെളിയിൽ തന്നെ ഒരുപാട് വ്യാപാരികളൊക്കെ ഉണ്ട് കേട്ടോ. പാവയ്ക്ക് എങ്ങനെ വില? 1.5 കിലോ. 1.5 കിലോ പാവയ്ക്ക് 100. മാങ്ങ 3 കിലോ. മാങ്ങയുടെ വിലയൊക്കെ താണു തുടങ്ങിയിട്ടുണ്ട്. മാങ്ങ 3 കിലോ 100 തക്കാളി എങ്ങനെ? 2.5 കിലോ 100 അല്ലേ? തക്കാളിയുടെ എല്ലാം വില ഇങ്ങ് താഴെ വന്നിട്ടുണ്ട്. കിഴങ്ങെങ്ങനെ? കപ്പക്കിഴങ്ങാണ്. ഇത് എവിടുത്തെയാ? മൈസൂരിൽ നിന്നുള്ള മുതിരക്കിഴങ്ങാണ്. ഇതിന് 2.5 കിലോ 100 അല്ലയോ? 100. തക്കാളിക്ക് എങ്ങനെ? തക്കാളി 2.5 കിലോ 100. ക്യാരറ്റോ? കിലോ 100. പാവയ്ക്ക? പാവയ്ക്ക 1.5 കിലോ 100. എങ്ങനെ? നല്ലത്. ചന്ത അത്യാവശ്യം അതിനിടയ്ക്ക് വാഹനങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകളാണ്. നമുക്ക് ചന്തയിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ മാർക്കറ്റിലെ മെയിൻ എൻട്രൻസ്. ചേട്ടാ, ബാക്കത്തേക്ക് എന്താ വിലയാ? ബാക്കത്തി എന്താ വിലയാ? ബാക്കത്തി 400. ഇതെല്ലാം ചേട്ടാ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രക്കാനത്തല്ലായിരുന്നു, പ്രക്കാനത്തുള്ളവരാണ്. ഇതെല്ലാം പുള്ളി പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ മെഷീനുകളുടെ പരിപാടിയൊന്നുമല്ല, എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അവിടെ ഇരുന്നോ. ചന്തയിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. ശനിയാഴ്ച ആയിട്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതെ. എന്തോ വേണ്ടേ? കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നത്? ടിക്കറ്റൊക്കെ പുതിയ ഗവൺമെന്റ് വന്നിട്ട് മാറ്റമൊന്നും ഇല്ലയോ? ഒരു മാറ്റവും ഇല്ല. സമ്മാനമൊന്നും കൂട്ടുന്നുമില്ല. സംഭാവന ലോട്ടറിക്കാരുടെ കാര്യം വലിയ കഷ്ടത്തിലല്ലേ? നാട്ടുകാരുടെ കാശ് വാങ്ങുക പ്രൈസ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ പുതിയ ഗവൺമെന്റ് വന്നിട്ട് മാറ്റങ്ങളൊന്നുമില്ല? പുതിയ ഗവൺമെന്റ് വന്നിട്ട് ഇതുവരെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഈ മാറ്റം വരാൻ എന്തോ ചെയ്യണം? മാറ്റം വരാൻ വല്ല സമരങ്ങളോ
വല്ല സമരങ്ങൾ വല്ലതും സംഘടിപ്പിക്കുക അല്ലാതെ ഒരു രക്ഷയുമില്ല. സമ്മാനങ്ങൾ ഏത് സമ്മാനങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ടിക്കറ്റ് വാങ്ങിക്കും? കൂടുതലായിട്ട് ഈ 1 കോടി കുറച്ചിട്ട് പിന്നെ ഒരു 5000-ന്റെ ഒക്കെ എണ്ണം കൂട്ടുക, 2000-ന്റെ എണ്ണം കൂട്ടുക, ചെറിയ പ്രൈസുകൾ എണ്ണം കൂട്ടുക. കൂടുതൽ ആളുകൾക്ക് പ്രയോജനപരമാകുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകണം. എങ്കിലേ അതുപോലെ കച്ചവടക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം. ഇതൊക്കെയാണ്. പിന്നെ ഈ സമ്മാനമൊക്കെ കറക്റ്റ് സമയത്ത് ഈ 1ാം സമ്മാനം കിട്ടാൻ ഇപ്പം താമസം എടുക്കുന്നുണ്ടോ? ഇപ്പോഴുള്ള അതിനെക്കുറിച്ച് നമുക്ക് 1ാം സമ്മാനം അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. എങ്കിലും 2-3 മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും ഈ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടണം അല്ലേ? എണ്ണം വർദ്ധിപ്പിക്കണം. ശരി ഓക്കെ ഓക്കെ താങ്ക് യു. എടാ കോഴിമുട്ട എങ്ങനെ? ഇതൊക്കെ നമ്മുടെ പഴയ അയൽക്കാരനാണ്, പണ്ട് തൊട്ട് തന്നെ ഇവിടെ ഉള്ള ആളാണ്, രവേണ്ണൻ. കോഴിമുട്ട എങ്ങനെ ചേച്ചിയല്ല? നാടൻ കോഴിമുട്ട അല്ലേ? ഇതാ ബീഫ് 380 ആണോ? ഏതാത്? തനിനാടൻ അല്ലേ? വെള്ളമുട്ടയ്ക്കോ? 13 100 അല്ലേ? താറാമുട്ടയ്ക്കോ? ഇത് 17 അല്ലേ? ഇത് ഇവിടുത്തെ മുട്ടയാണ്? ഇവിടുത്തെ അല്ലേ? ശരി. ഇതിന് 14 അല്ലേ? ശരി ഓക്കെ. എൻ്റെ പഴയ ക്ലാസ്മേറ്റാണ്. ഇവിടെ പാവയ്ക്കൊക്കെ എന്താ വിലയ്ക്കാണ് കൊടുക്കുന്നത്? 50 രൂപ കൊടുക്കുന്നത് പങ്കല്ലേ? പാവയ്ക്ക നാടൻ പാവയ്ക്കാണ്. നാടൻ പാവയ്ക്ക 50 രൂപ. കാന്താരിക്കോ? പങ്കെല്ലാം 50 ആണോ? തൂക്കി കൊടുക്കും. ശരി. കിലോ എങ്ങനെ? കിലോ 50 രൂപയ്ക്ക് നാടൻ തേങ്ങ അല്ലേ? ശരി ഓക്കെ. അതുകൊണ്ട് എന്താ വഴുതന ചേട്ടാ? വെള്ള വഴുതന അല്ലയോ? എങ്ങനെയാ കൊടുക്കുന്നത്? 4 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് തൈകൾ അല്ലയോ? ഇപ്പം എന്തോ ആഴ്ച? 3 ആഴ്ച ആയതാണോ? അതോ അതിൽ കൂടുതലായോ? ശരി ഓക്കെ. അതായത് നാടൻ നീളം വഴുതനങ്ങ. ശരി. നമ്മളകത്തോട്ട് ദിലീപണ്ണോ കേരള എങ്ങനെ വില? അല്ല ഞാൻ കാണിക്കാം, അങ്ങോട്ട് വരാം. എങ്ങനെ വില കേര? 550. ഇരിക്കട്ടെ. വാഴയും 10 കൂടെ നിൽക്കുമല്ലോ. അതിലെങ്ങനെ? 450. മലയാളത്തിൽ മതി ചേട്ടാ. ഇത് 450 കിളിമീൻ അല്ലേ? നല്ല വലിപ്പമുള്ള കിളിമീനാണ്. ഇതെന്താ മീന്? എങ്ങനെ? 550. ചൂട 200 രൂപ. അപ്പോൾ ആർക്കും വാങ്ങാവുന്ന ചൂടേ ഉള്ളൂ ഇപ്പോഴത്തെ സ്റ്റൈലില്ല. വലിയ ചൂട. കിളിമീന് നല്ല സൈസ് ഉണ്ടല്ലോ. 450 അല്ലേ? ഓക്കെ. ചെകള ഇതുപോലെ ചുവന്നിരിക്കണം അല്ലേ? ശരി. കിലോ 450 അല്ലേ? ശരി. ചോദിക്കാം അവിടെ എന്ത് വിലയാണ്? പുതുക്കൊണ്ടിരിക്കുക. എങ്ങനെ ഉണക്കമീനൊക്കെ എങ്ങനെ വില? 1/4 കിലോ 60 അല്ലേ? പക്ഷെ എന്താ ചെയ്യാനാ, മമ്മിക്ക് പ്രഷറൊക്കെ ആയിപ്പോയി. ഇനി ഉണക്കമീനും കൊണ്ട് എല്ലാം അതെ. ശരി ഓക്കെ. ശരി ഓക്കെ. എന്താ ഇത് സ്രാവാണോ? എങ്ങനെ വില? 1/2 കിലോ 200 അല്ലേ? ഉണക്ക സ്രാവ് 1/2 കിലോ 200. ഇതിനോ? 1/4 കിലോ 60 അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു പത്തനംതിട്ട മാർക്കറ്റിൽ ഉള്ളതിനെക്കാട്ടും വിലക്കുറവ് ഇലവന്തിട്ട മാർക്കറ്റിലാണ് ഉണക്കമീനൊക്കെ. നമ്മൾ ഇതിനു മുമ്പ് പത്തനംതിട്ട മാർക്കറ്റിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ പറഞ്ഞു അവിടെ ഒടുക്കത്തെ റേറ്റാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇലവന്തിട്ട വന്നു കഴിഞ്ഞാൽ എല്ലാം വിലക്കുറച്ച് കിട്ടും. ഇത് 1/2 കിലോ 200. ശരി, നല്ല സ്രാവാണ്, ഉണക്ക സ്രാവ്. ഇപ്പോൾ ഇലവന്തിട്ട മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറിച്ചി 1/4 കിലോ 50 അല്ലേ? ശരി. ഓക്കെ. ഇതിനോ? 100 കിലോ. കൊഞ്ചിന് വില കൂടി അല്ലേ? ശരി. ഇത് നമ്മുടെ ഉലുവ മീനാണോ? എങ്ങനെ വില? 1/4 കിലോ 80. ശരി, 1/2 കിലോ 150 രൂപ. ശരി. ഓക്കെ.
പിന്നെ ഇവിടെ ബീഫ് അത് എല്ലാം കിട്ടുന്നുണ്ട്. കാളയിറച്ചി, പോത്തിറച്ചി, പിന്നെ പന്നി, ആട് അങ്ങനെയുള്ള എല്ലാം കിട്ടുമേ. നമ്മൾ പിന്നെ അകത്തോട്ടൊന്നും പോയി എടുക്കുന്നില്ല, എല്ലാം ഇവിടെ കിട്ടും. നല്ല ഫ്രഷ് ഐറ്റം കിട്ടും കേട്ടോ. പോത്തിറച്ചിയൊക്കെ ഞാനും ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്, ചന്തദിവസം തന്നെയല്ല. ഇവിടുത്തെ ചന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനും ശനിയാണ്. പക്ഷേ ഇവിടെ നോൺ വെജ് ഇവിടെ ചിക്കൻ കിട്ടത്തില്ല. ചിക്കൻ അവിടെ വെളിയിലുള്ള ഷോപ്പിൽ കിട്ടും. ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. കച്ചവടക്കാരൊന്നും അധികം ഇല്ല കേട്ടോ. നമ്മുടെ വഴിയിടത്തിൻ്റെ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അന്നോടെ ഫണ്ടൊക്കെ കിട്ടി ഇങ്ങനെ പണിതിട്ടുണ്ട്. ക്ലീനൊന്നും പ്രതീക്ഷിക്കണ്ട. തേങ്ങ എങ്ങനെ? നാടൻ തേങ്ങ കിലോ 60. ശരി. കിലോയ്ക്ക് 60. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പൊതിച്ച് കിട്ടും കേട്ടോ. ലൈവായിട്ട് പൊതിച്ച് കൊടുക്കും. പ്രശാന്തേ എന്നുണ്ട്? അതെ. ഞാൻ വേറെ മറ്റൊരു വഴിക്ക് പോകാനിരുന്ന, പിന്നെ പ്ലാൻ ഒന്ന് മാറ്റി എല്ലാത്തേക്ക് വന്നതാണ്. എങ്ങനെ കച്ചവടം എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലല്ലേ? ശനിയാഴ്ചയായിട്ട് ആളുകൾ കുറവാന്നല്ലേ? അതെന്താ ഇറങ്ങിയിട്ടില്ല അല്ലേ? ശരി. അതന്നെ മാസാവസാനം ആകുമ്പോൾ അല്ലാതെ പോക്കറ്റ്. അതെ. ശരി. അതെ അങ്ങനെ. നല്ല ഫ്രഷ് പാവയ്ക്കാക്കി ഇരിപ്പുണ്ട്. പാവയ്ക്ക എങ്ങനെയാ? 2 കിലോ 100. നല്ല അടിപൊളി പാവയ്ക്കാണ്. 2 കിലോ 100. വഴുതനങ്ങ എങ്ങനെ? വഴുതന കിലോ 60. പിന്നെ വെള്ളരിക്ക. ഈ കച്ചവടമൊക്കെ നമ്മുടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ച നമ്മുടെ ലവന്തട്ട മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുമേ. നമ്മുടെ മറ്റു പല മാർക്കറ്റിനെ അപേക്ഷിച്ച് വിലക്കുറവാണ്. നല്ല ഫ്രഷ് പാവയ്ക്കാണ്, കണ്ടില്ലേ? ചെറിയുള്ളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ച സവാളയാണെന്ന്. ഉള്ളി കൊച്ചുള്ളി എങ്ങനെ? 1 കിലോ കൊച്ചുള്ളി 80 രൂപയാണ്. നല്ല സൈസുള്ളത്. ഈ പൊളിക്കാനൊക്കെ മടിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയ ചെറിയുള്ളിയാണ്. സവാളയ്ക്ക് എങ്ങനെ? 5 കിലോ 100. ചെറിയ ടൈപ്പാണ്, പക്ഷേ 5 കിലോ 100. ഇതൊക്കെ ഇവിടെയുള്ള സ്ഥിരം ഷോപ്പുകളാണ്. കുടംപുളി ചേട്ടാ, കുടംപുളി എങ്ങനെ? 250 അല്ലേ? നാടൻ തന്നെയാ? ശരി. നാടൻ കുടംപുളി 250. എണ്ണ വല്ലതും തേച്ചിട്ടുണ്ടായിരുന്നു? ഉപ്പേ ഉള്ളു. ശരി. കനിപ്പ് വഴി അല്ലേ? ഇതോ നമ്മുടെ പിഴുപുളി? പിഴുപുളി 200 ചേട്ടാ. ഇവിടെ ശനിയും ബുധനും മാത്രമേ ഉള്ളൂ കച്ചവടം അല്ലയോ? ശരി. 2 ചന്ത. ശരി. നാടൻ തേങ്ങ എങ്ങനെ? നാടൻ തേങ്ങ 55 കേട്ടോ. ഇതൊക്കെ അടുത്ത കാലം തൊട്ട് വന്നു തുടങ്ങിയ കച്ചവടക്കാരാണ്. പക്ഷെ എല്ലാം വിലക്കുറവുണ്ടേ. ആണല്ലേ? കുക്കുംബർ എങ്ങനെ? കുക്കുംബർ 1.5 കിലോ 100. ബീട്രൂട്ട് 1.5 കിലോ 100. ക്യാരറ്റ് ഇപ്പം വിലക്കുറവുണ്ട്. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ മാറിയിരിക്കുന്നത് തന്നെ കേട്ടോ. നാടൻ പാവയ്ക്ക എങ്ങനെ? കിലോ 80. നാടൻ. ശരി. 2 കിലോ 100. ശരി. 2 കിലോ 100 അല്ലേ? ശരി. ഇല്ല മുരിങ്ങ 1 കിലോ 50. ശരി. സീസൺ കഴിഞ്ഞ. ശരി. ഇതൊക്കെ നമ്മുടെ സ്ഥിരം കച്ചവടക്കാരാണ്. ഞാൻ പണ്ട് ഒരുപാട് കൃഷി ചെയ്ത ഐറ്റമായി കാണുന്നത് ചുവന്ന പയർ. അതെ. എങ്ങനെ വില അതിന്? അതെ. 1 കിലോ 60. നല്ല പയറാണ് കേട്ടോ. നല്ല വിളവും കിട്ടുന്ന കേട്ടോ. ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ളതാണ്. ശരി.
ഇതിൻ്റെയൊക്കെ വിത്തുകൾ കിട്ടുന്ന സ്ഥലം ഞാൻ കാണിക്കാം, ഈ വീഡിയോയ്ക്ക് തന്നെ കാണിക്കാം. ഇതിൻ്റെയൊക്കെ വിത്തുകളുമായിട്ട് ശരി. അല്ല, നമ്മുടെ പുള്ളിയുടെ കയ്യിലുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഇത് ഇവിടെ ഉണ്ട്. ശരി. എങ്ങനെയാണ് തക്കാളി വില? തക്കാളി 60 അല്ലേ? ബീൻസോ? ബീൻസിന് അങ്ങോട്ട് വില താഴുന്നില്ലല്ലോ? താഴുന്നില്ല, ബാക്കിയെല്ലാം വില താണു തുടങ്ങി. ശരി. വെളുത്തുള്ളിക്ക് എങ്ങനെ? ഇത് 50-ൻ്റെയാണോ? 60-ൻ്റെ. ശരി. ഇതെല്ലാം നമ്മൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന രണ്ട് സ്റ്റാളാണ്. ഒന്ന് ഇവിടുന്ന് ഒന്ന് അവിടുന്നുമാണ്. ഉള്ളിയും സവാളയായാലും ഞാൻ ഈ രണ്ടിടത്തുനിന്നായിട്ടാണ് വാങ്ങുന്നത്. നമ്മുടെ നാട്ടുകാർ ഒരുപാടുണ്ടെങ്കിലും എനിക്കൊരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നില്ലേ? ശരി. അതെ. എങ്ങനെയാ ഇത് പടവലങ്ങ? കിലോ 60 അല്ലയോ? ശരി. വെള്ളരിയോ? 40 രൂപ അല്ലേ? ശരി. പച്ചമാങ്ങ 2 കിലോ. ഇപ്പം അധികം പൊന്തക്ക വരുന്നില്ലല്ലോ? എങ്ങനെ വില? കിലോ 60 ഇല്ലയോ? ഏത് വില പണ്ട് ഇല്ലയോ? ഇപ്പൊ കിറ്റിലൊന്നും ഇടാനേ പറ്റത്തില്ല ഇല്ലയോ? അതുപോലെ വില കൂടി. പക്ഷെ അതുപോലെ വില കൂടി. ശരി. അപ്പോൾ ഇവരൊക്കെ എല്ലാ ബുധനും ശനിയും ഇവിടെ എലവന്തട്ട മാർക്കറ്റ് സ്ഥിരം കാണുന്നതാണ്. ചന്തോസം മാത്രം കച്ചവടം ചെയ്യുന്നു, ബാക്കി ദിവസമൊക്കെ ഇവിടെ കച്ചവടം ചെയ്യും. എലന്തൂരി ഉണ്ട്. ശരി. നമ്മുടെ ഒരു മെമ്പറുടെ ഹസ്ബൻഡാണ്. ഏഷ്യാനെറ്റിലേ പറ്റുള്ളൂ. എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ മടുപ്പാണ്. എന്തുകൊണ്ടാണ് കച്ചവടം ഇല്ലാത്ത? ഈ പ്രൈസ് ഒക്കെ വളരെ കുറവായത് കൊണ്ടുണ്ട്. ആന്നില്ലയോ? അപ്പൊ ഏത് പ്രൈസാണ് കൂട്ടേണ്ടത്? എല്ലാ പ്രൈസും ഒന്നാം സമ്മാനം കൂട്ടാൻ പറ്റുമോ? ഒന്നാം സമ്മാനം ഒന്നേ. ചെറിയ പ്രൈസ് എന്ന് വെച്ചാൽ 5000, 2000 അതൊക്കെയാണോ? അതിന്റെ എണ്ണം കൂട്ടണം. ശരി. അപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ മാറ്റുമോ? സമ്മാനഘടന മാറ്റുമെന്നൊക്കെ പറയുന്നു. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ശരി. നമുക്ക് അല്പം സമയം കൊടുക്കാം അവർക്കല്ലയോ? ശരി. ഇരുന്നതല്ലേ? അതെ. ഓക്കെ. ശരി. ചേട്ടാ കാച്ചിൽ എന്നാ വില? 100, 120. ചീമച്ചമ്പോ? ഇതൊക്കെ ഇവിടുത്തെ പഴയ കച്ചവടക്കാരാണ് കേട്ടോ. നാടൻ സാധനങ്ങൾ പണ്ട് തൊട്ട് തന്നെ വിൽക്കുന്ന ആളുകളാണ്. വെണ്ടയ്ക്കൊക്കെ എങ്ങനെ വില? 2 കിലോ 100 അല്ലേ? കമ്മലുകൾ 20, 30, 40. ഇന്ന് വിത്തുകളൊന്നും കൊണ്ടുവന്നില്ലയോ? തൈകളേ ഉള്ളു അല്ലേ? ഇല്ലല്ലോ. ചെടികളുണ്ട്. മുളക് തൈയുണ്ട്, വഴുതന തൈ, കാന്താരി, തക്കാളി, പിന്നെ ബന്ദിപ്പൂ. 5 കളറിന്റെ ബന്ദിപ്പൂ, പിന്നെ മില്ലറ്റുകൾ. ഇത് ഏതൊക്കെയാ കളർ? അതാ മിക്സ് ആയിട്ടാണോ? 5 കളറുണ്ട്. 5 കളർ മിക്സ് ചെയ്ത് വെച്ചെടുക്കാം. അതെ. പിന്നെ ചുവന്ന വെണ്ട, കാളക്കൊമ്പന്റെ വെള്ളവെണ്ടയ്ക്ക, പിന്നെ ഉണ്ടമുളക്, കാന്താരി, തക്കാളി, ആപ്പിൾ തക്കാളി, പിന്നെ വെള്ളവെണ്ട, വെള്ള വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ, പച്ച വഴുതനങ്ങ, പിന്നെ നമ്മുടെ മില്ലറ്റുകൾ, ചെറുധാന്യങ്ങൾ, സാമാൻ, തേന, വരക്, കമ്പുചോളം, മണിച്ചോളം, പിന്നെ പാലക്കാട് നെല്ലു. അതെ, ബന്ദിപ്പൂ. ഇപ്പൊ എല്ലാ ശനിയാഴ്ച വരുന്നുണ്ട് ഇവിടെ? എല്ലാ ശനിയാഴ്ചയും വരുന്നുണ്ട്. ബാക്കി ദിവസം ഇവിടെ? പിന്നെ അടൂര്, റാന്നി. അടൂർ എവിടെ? അടൂർ ചന്തയുണ്ട്. ചന്ത, കച്ചേരിപ്പടി ചന്ത. ആ ചന്തയില്. പിന്നെ മല്ലപ്പള്ളി ചന്ത. അതെ. പിന്നെ പത്തനംതിട്ട. അപ്പൊ അടൂർ ചന്തയിലെന്നാ പോകുന്നത്? ബുധനാഴ്ച പോകും. ബുധനാഴ്ച. പിന്നെ അവിടെ പോകുന്നു വെള്ളിയാഴ്ച മല്ലപ്പള്ളി. റാന്നിയില് ബുധനാഴ്ച പോകും, അല്ലെങ്കിൽ ചില സമയത്ത് ശനിയാഴ്ച പോകും. അതെ. പിന്നെ കല്ലേലി വന്ന സ്ഥലത്ത് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ച. അവിടെ നല്ല ആളുകൾ വരുന്നുണ്ട്. ഉത്സവം പോലെയാണ്. ഞാനിപ്പോ അവിടെ ചുമന്ന വയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിയോട് പറയുകയും ചെയ്തു, ഞാൻ ഇദ്ദേഹത്തിന് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഉണ്ടോ സാധനം? അത് ശരി. ചുവന്ന വയറിന്റെ വിത്ത് പെലന്തട്ട മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ചുവന്ന വയറിന്റെ വിത്ത്, ചുവന്നതല്ല, എല്ലാ വിത്തുകളും ഇദ്ദേഹത്തിന് ഇന്ന് കിട്ടും. ശരി. എന്തുകൊണ്ട്
ഇരിക്കുന്നേ ഉള്ളൂ, ആൾ വരുന്നില്ലല്ലോ. അതന്നല്ലേ ഈ പച്ചമുളക് ഇതൊക്കെ എല്ലാ വീട്ടുകളിലും വെണ്ട എല്ലാം ഇപ്പം എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങി, എല്ലായിടും ഉണ്ട്. ശരി ശരി, ആ ശരി ശരി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണ്ട് തൊട്ടുള്ള കച്ചവടക്കാരാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കണ്ട്? കച്ചവടമൊക്കെ ഇപ്പൊ പൊതുവെ കുറവാ മോനെ. ചന്തയുടെ വെളിയിലെ കച്ചവടക്കാരെ എല്ലാം അകത്ത് കയറ്റണം, ചന്ത ദിവസയിലും കയറ്റിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെല്ലാം വെറുതെ ഇവിടെ കുത്തിയിരിക്കുക. അതായത് വെളി കച്ചവടം നടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നില്ല. ഇല്ല, നമ്മൾ അന്യായം പിടിച്ച വിലയും വണ്ടിക്കൂലിയും കൊടുത്ത് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ചന്തപ്പിരിവും കൊടുക്കുന്നുണ്ട്, ചന്തപ്പിരിവും കൊടുത്ത് നോക്കിയിരിക്കും. അതെ അതെ, അവര് വന്നിട്ട് കച്ചവടം മൊത്തം അവർ പിടിക്കും. അവരെവിടെയെങ്കിലും വേസ്റ്റ് സാധനം കൊണ്ടിട്ട് വില കുറച്ചിട്ട് വിൽക്കുക. ഞങ്ങൾ ഇവിടെ ചുമ്മാതെ ചന്തപ്പിരിവും കൊടുത്ത് വായി നോക്കിയിരിക്കും. അതായത് ഇവിടുത്തെ കച്ചവടക്കാരെന്ന് വെച്ചാൽ ഈ ചന്തയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയിട്ടാണ് കച്ചവടം. ഈ അതിനിടയ്ക്ക് ഇവിടുത്തെ ഇലവന്തിട്ട ചന്തയിലെ കച്ചവടം അവർ പിടിച്ചോണ്ട് പോകും. രാത്രി 11 മണി വരെ അവരിവിടെ കിടന്ന് കച്ചവടം. പിന്നെ നേരത്തെ ഒരു വണ്ടിക്കാർ കിടന്നപ്പോ ഇവിടെ പ്രശ്നമുണ്ടായി, ചന്തയുടെ വെളിയിലിട്ട് കച്ചവടം ചെയ്യല്ലെന്ന് പറഞ്ഞു. അന്ന് സ്റ്റാൻഡിലുള്ളവരും എല്ലാം. ഇപ്പൊ ഒരു സ്റ്റാൻഡിലുള്ളവർക്കും ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ ഈ നാട്ടിൽ നമ്മളിവിടെ ജീവിക്കുന്ന നമ്മളിപ്പോ എവിടെ പോവാൻ? നമ്മളിപ്പോ ഇലവന്തിട്ട കൊണ്ട് ജീവിക്കണ്ടേ? നമ്മളെവിടെ പോകും? നമ്മൾ കിടങ്ങന്നൂർ ചെല്ലുന്ന ഇട ദിവസം ചെല്ലുന്നെ അവര് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇലവന്തിട്ട ചെയ്ത? നിങ്ങൾ അവിടെ അല്ലയോ വീടും വെച്ച് സ്ഥലവും വെച്ച് കരവും കെട്ടി ജീവിക്കുന്നത്, നിങ്ങൾ അവിടെ ചെയ്യാൻ അവര് പറയുന്നു. ഞങ്ങളെന്താ ചെയ്യും? അതുകൊണ്ട് ചന്തയുടെ വെളിയിലുള്ള കച്ചവടക്കാര് ചന്ത ദിവസമായാലും അകത്ത് കയറ്റണം. അത്രയെങ്കിലും ഒരു കച്ചവടം വേണ്ട. അവരിവിടെ വന്നിട്ട് ചന്തപ്പുരിവ് കൊടുത്ത് ഇവിടെ കച്ചവടം ചെയ്യട്ടെ. ചന്തപ്പുരിവും കൊടുത്ത് അവര് ഞങ്ങളെ പോലെ ഇരിക്കട്ടെ, എല്ലാവർക്കും കച്ചവടം കിട്ടും. അതാ നല്ലത്. ഇതിപ്പോ അവിടുന്ന് വാങ്ങിച്ചിട്ട് പോകും ആളുകൾ. നമുക്ക് തരാനുള്ളവർ പോലും ഇങ്ങോട്ട് കയറി വരും. 100-300 രൂപ ഓരോരുത്തർ തരാനുണ്ട്. അതുപോലും തരാതെ അവരങ്ങ് പോവാ. ചേട്ടാ തേങ്ങ എങ്ങനെ വില? ആ ശരി, നല്ല വലിപ്പമുണ്ട് ഏട്ടാ. ഇത് കിലോ 70 അല്ലയോ? ശരി. തമിഴ്നാട് തേങ്ങ അതിനെങ്ങനെ? തമിഴ്നാട് തേങ്ങ 55. ഇത് 10 ദിവസം വെയിലത്തിട്ട ഇതുപോലെ ആവുമോ? ആകത്തില്ല. ആ ശരി. ഈ കൊല വാട്ടിയിട്ട് ശരി. തൂക്കം കിട്ടാൻ. പക്ഷെ നമ്മൾക്ക് ഈ അരകലേക്ക് അരക്കാൻ നല്ലത് ഇതല്ലയോ? എളുപ്പമാ. ആ ശരി. അവിയൽ. ഓക്കെ. അതെ. നല്ല ടേസ്റ്റും ഉണ്ട്. രുചിയാണ്. ഇതിനകത്ത് എനിക്കൊന്ന് വെളിച്ചെണ്ണയുടെ ഇത് കൂടുതൽ കാണുമല്ലേ? ശരി. തനി നാടൻ രുചി കിട്ടും. വില. അതെ. ശരി. ഓക്കെ. എല്ലാ ചന്തോസം ഉണ്ടല്ലോ ഇവിടെ? 20 വർഷം കൊണ്ട് എല്ലാം വന്നിട്ട് ചന്തയാണ്. ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലവന്തിട്ട മലനാടേ. പിന്നെ ഇതിനകത്തുള്ള ചില കച്ചവടക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ ഡീലേഴ്സാണ്. അവർ മറ്റു പല ചെറിയ കച്ചവടക്കാർക്കല്ല ഇവിടുന്നാണ് ഐറ്റം പോകുന്നത്. അതാണ് ആ ലോഡ് വണ്ടി കിടക്കുന്നത്. ചന്തോസം വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ലോഡ് പോകുന്നുണ്ട്. നാടൻ വാഴക്കൊലയൊക്കെയാണ്. ഈ കൊച്ചാറിനും പണ്ട് തൊട്ട് തന്നെയാണ്. കൊച്ചാറിനല്ലേ ഇതാ? ആണല്ലയോ? ഓക്കെ. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം ഇഞ്ചിക്ക് എങ്ങനെ വില? കിലോ 250 അല്ലയോ? ശരി. ഇത് ചീമച്ചമ്പ അല്ലയോ? കിലോ 100 അല്ലേ? കപ്പ എല്ലാം കഴിഞ്ഞില്ലയോ? ശരി. അതെ. തൈരൊക്കെ എങ്ങനെ? കറിവേപ്പിലേക്ക് കിട്ടാം അല്ലയോ? ശരി. ആന്നില്ലയോ? നാടൻ പാവയ്ക്ക് എങ്ങനെ? 1 കിലോ 60 അല്ലേ? എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ട്? അത് ആളുകൾ അകത്തോട്ട് വരാത്തതാണ് വെളിയിലെ കച്ചവടം കൊണ്ടാണ്. വെളി കച്ചവടം കൊണ്ടായില്ലയോ? ആളുകൾ ഇങ്ങോട്ട് കയറത്തില്ല. ശരി. ഓ ശരി. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുമാർക്കറ്റുകളുടെ അവസ്ഥ. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഈ പൊതുമാർക്കറ്റ് എന്നൊരു സങ്കല്പം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.